തൃശൂരിൽ പുലിമടകളിൽ പുലികളിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അവസാനവട്ട ഒരുക്കത്തിലാണ്. പുലികൾക്കുള്ള മെയ്യെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മൾ നേരത്തെ തന്നെ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ അരുൺ ആലത്തൂർ തയ്യാറാണ്. അരുൺ, 9 പുലിമടകളിൽ നിന്നായി 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശൂർ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുക. എങ്ങനെയാണ് അവിടുത്തെ ഒരു ആവേശം? രാഖി, വലിയ ആവേശത്തിൽ തന്നെയാണ് പുലികളിയോടനുബന്ധിച്ചുള്ള മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നത് വിയ്യൂരിൻ്റെ പുലിമടയിലാണ്. വിയ്യൂരിൻ്റെ പുലിമടയിൽ ആ മെയ്യെഴുത്തിന് വേണ്ടിയുള്ള ആ തയ്യാറെടുപ്പുകൾ, മെയ്യെഴുത്ത് അത് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചു. ശരീരത്തിലെ രോമങ്ങളും മറ്റുമൊക്കെ വടിച്ചു മാറ്റി അതിനുശേഷം ഏറെ ശ്രമകരമായ ആ ഒരു ദൗത്യത്തിലേക്ക് കടക്കുന്നു. ആർട്ടിസ്റ്റുകളൊക്കെ ആ മെയ്യെഴുത്തിന് വേണ്ടി അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ട് നിൽക്കുന്നു. ഇപ്പോൾ ഒരു പുലി, ആ പുലിയുടെ ദേഹത്തെ മെയ്യെഴുത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് നേരത്തെ തുടങ്ങിയോ? 5:30 തുടങ്ങി. ഫസ്റ്റ് വേഷം ഇടുന്നത് ഞാനാണ്. ആദ്യം പെയിൻറ്റ് തൊട്ടത് എൻ്റെ മേലാണ്. വിളക്ക് കൊടുത്തതിന് ശേഷം ഇത്തവണ കപ്പ് കൊണ്ടു. ഇത്തവണ കപ്പ് എടുക്കണം. കപ്പ് എടുക്കാൻ തന്നെയാണ്. ആദ്യമായിട്ടാണ് അതോ എത്ര വർഷമായി? 29 വർഷമായി. 29 വർഷത്തിനിടയ്ക്ക് ഡൽഹിയും പഞ്ചാബ് ഒഴികെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും എത്തിയിട്ടുണ്ട് പുലിക്കളിക്കായിട്ട്. ഏകദേശം 500-ലധികം വേഷങ്ങൾ ചെയ്ത് കഴിഞ്ഞു. 500 തവണ വേഷം കെട്ടി കഴിഞ്ഞു. ആവേശമല്ല, ശരീരത്തിൽ അലിഞ്ഞ് ചേർന്നിരിക്കുകയാണ്. മരിക്കുന്നെങ്കിൽ പുലിവേഷത്തിൽ മരിക്കണം എന്നാണ് ആഗ്രഹം. എങ്ങനെയാണ് ചേട്ടാ ഈ മൊബൈലൊക്കെ നോക്കി കൃത്യമായിട്ട് ആ ഒരു രൂപം അതേപടി പകർത്താൻ? അതാണ് അതിൻ്റെ അത്രയും ലൈഫായിട്ടാണ് നമ്മളത് കൈകാര്യം ചെയ്യാൻ നോക്കണത്. ഒരു രൂപം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ സാധിക്കും. ആളുകളുടെ മനസ്സ് കവരണം. അതെ, അതിഗംഭീരമായിട്ട്. ആർട്ടിസ്റ്റുകളും ആ വേഷത്തിനൊത്ത് അദ്ദേഹം മൊബൈലിൽ നോക്കി ആ പുലിയുടെ രൗദ്രരൂപം കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ആ മെയ്യിൽ കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഒരുപാട് പേർ ഇങ്ങനെ ഇവിടെ വേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ആർട്ടിസ്റ്റുകളൊക്കെ ആ പുലികൾക്ക് വേണ്ടിയുള്ള അവരുടെ ശരീരത്തിലെ നല്ല വിവിധ വർണ്ണങ്ങളാണ്. നമുക്ക് പല തരത്തിലുള്ള വർണ്ണങ്ങൾ കാണാം. ചുവപ്പും മഞ്ഞയും വെള്ളയും അങ്ങനെയൊക്കെ ഓരോ തരത്തിലുള്ള വർണ്ണങ്ങൾ ഇങ്ങനെ ശരീരത്തിൽ ചാലിക്കുകയാണ്. വലിയ ആവേശമാണ്. ആവേശമാണോ? വേസ്റ്റ് ഒരു മാസം തുടങ്ങിയ ആവേശം. പുലിക്കളിയിൽ നമ്മുടെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിക്കണം. അത്രയും പുലിക്കളി. പ്രതീക്ഷ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് എടുക്കും. മാറ്റില്ല. എല്ലാ മേഖലയിലും വര, കളി, ടേബിളോ, സൈലന്റ് എന്തെങ്കിലും അത് ഫസ്റ്റ് പ്രൈസ് തന്നെയാണ്. അപ്പോൾ 26 അടുത്ത ഒരു പുലി ഇവിടെ ഇങ്ങനെ തയ്യാറാവുന്നുണ്ട്. ആ പുലിക്ക് 2-3 ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് നിന്ന് ആ പുലിയെ തയ്യാറാക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അത്രയേറെ 3 ആർട്ടിസ്റ്റുകൾ, ഇവിടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ. നമുക്ക് ചില പുലിമടകളിൽ ഓരോ ആർട്ടിസ്റ്റുകൾ വീതമാണ് ഓരോ പുലികൾക്കും തയ്യാറാക്കാൻ കാണുന്നത്. പക്ഷേ വിയ്യൂരിൽ നമുക്കിപ്പോൾ ഇന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഒരേ സമയം പുലികളെ തയ്യാറാക്കുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതാണ്. ഈ പുലികളൊക്കെ ആ സ്വരാജ് റൗണ്ടിന് വൈകിട്ടോടുകൂടെ വിറപ്പിക്കുന്നത്. പുലിമട വിട്ട് പുറത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. 450-ലധികം പുലികളാണ് ഇന്ന് വൈകിട്ടോടുകൂടി തൃശ്ശൂർ നഗരത്തെ വിറപ്പിക്കാൻ എത്തുക. അതോടൊപ്പം തന്നെ ഇന്ന് ഇപ്രാവശ്യത്തെ പുലികളിക്കൊരു പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ഓണസമ്മാനം നമ്മുടെ പുലിക്കളിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അറിയിച്ചതാണ്. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.